السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടിച്ചമർത്തപ്പെട്ട അടിച്ചമർത്തിയ ആൾക്ക് മാപ്പ് കൊടുത്തു. പിന്നീട് അയാൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറയുകയാണ്, പോട്ടെ, നീ എന്നെ ഇന്നലെ 4 ആളുടെ മുമ്പിൽ വെച്ച് കാരണം കുറ്റിക്ക് അടിച്ചു, എനിക്ക് ഭയങ്കര നാണക്കേടുണ്ടായി, മാനക്കേടുണ്ടായി, എൻ്റെ സമൂഹത്തിലെ വില പോയി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവാം ഒരു ഉദാഹരണം. അത് കഴിഞ്ഞിട്ട് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാണുമ്പോൾ വീണ്ടും തോന്നുവാണ്, ഇവൻ എന്നെ എന്നാലും തല്ലിയതാണല്ലോ, അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഞാൻ നിനക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല. ഇദാ ഹല്ലലഹു മിൻ ളുൽമിഹി ഫലാ റജൂഅ ഫീഹി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഈ പറയുന്ന ആയത്തിൻ്റെ വിശദീകരണമായിട്ടാണ്, ഒരു സ്ത്രീ ക്രൂരത ഭയക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവും എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ, 4-ാമത്തെ സൂറത്ത് 128-ാമത്തെ ആയത്ത്. ഒരു മനുഷ്യൻ, അതായത് ആണ്, ഒരുപക്ഷെ അവൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടാതിരുന്നേക്കാം, ഒരുപക്ഷെ അവളെ വിവാഹമോചനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവളെങ്ങാനും അവനോട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സകല അധികാരങ്ങളും വിട്ടുതരുന്നു, എന്നെ വിവാഹമോചനം ചെയ്യരുത്, അങ്ങനെയുള്ള ഒരവസ്ഥയെ സംബന്ധിച്ചിട്ടാണ് ഈ മുമ്പ് പറഞ്ഞ ആയത്ത് അവതരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹാ وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا أَوْ إِعْرَاضًا النساء 128. قالت الرجل تكون عنده المرأة ليس بمستكثر منها يريد أن يفارقها فتقول أجعلك من شأني في حلي فنزلت هذه الآية في ذلك. ഒരാൾ മറ്റൊരാളെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവന് അനുവാദം കൊടുക്കുന്നു രണ്ടാമത്തെ ആൾക്ക്, പക്ഷേ എന്തുമാത്രമാണ് അത് എന്ന് അവൻ്റെ സ്വത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ ഒക്കെയാണ്, അത് എന്തുമാത്രമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ അമ്മയിൽ നിന്ന് കുറേ തേങ്ങ നീ എടുത്തോ എന്ന് പറഞ്ഞാൽ അത് 10 ആണോ 100 ആണോ 2 ആണോ 5 ആണോ അറിയില്ല, അത് മൊത്തമാണോ, അങ്ങനെയുള്ള ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ എനിക്ക് പകരമായി നീ എവിടെ പോയാലും നിനക്ക് സംസാരിക്കാമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഒരാൾക്ക് പകരമായി അയാളുടെ അധികാരം മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്, പക്ഷെ അത് എത്രയാണ് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇതാ അതിനലഹു ഔ അഹല്ലഹു വലൻ യുബയ്യിൻ കം ഹുവ. സഹൽ ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു കുടിക്കാനുള്ള സാധനം, അതായത് വെള്ളവും പാലും മിക്സ് ചെയ്ത് കൂട്ടിക്കുഴച്ച ഒരിതാണ്, അതായത് പാലും വെള്ളം എന്ന് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറയാവുന്ന ഒരു സാധനം. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. ഒരു ആൺകുട്ടി അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു വയസ്സനായ സഹാബി അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു, നീ എനിക്ക് അനുവാദം തരുമോ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി പാല് ഇവർക്ക് കൊടുക്കാൻ? അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ താങ്കളിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള വീതത്തിൻ്റെ കാര്യത്തിൽ വേറൊരാൾക്കും ഒരധികാരവും കൊടുക്കുകയില്ല. അതായത് താങ്കളുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് അത് മുഴുവൻ എനിക്ക് വേണം, അത് വേറെ ആർക്കും കൊടുക്കില്ല. അതായത് താങ്കൾ കുടിച്ചതിൻ്റെ ബാക്കി മുഴുവൻ കുടിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാകുന്നു, അത് ഞാൻ ആർക്കും കൊടുക്കുകയില്ല. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം ആ കുട്ടിക്ക് കൈമാറി, ആ കുട്ടി അത് മുഴുവൻ കുടിച്ചു. ഇത് നമ്മൾ മുമ്പ് 2351-ാമത്തെ ഹദീസിൽ വിശദമായിട്ട് കണ്ടതാണ്. വലതുവശത്തിരിക്കുന്ന ആൾക്കാവുന്നു നമ്മളൊരു പാത്രം അല്ലെങ്കിൽ ആഹാര സാധനങ്ങളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ വലത്തേക്കാണ് പാസ് ചെയ്യേണ്ടത്. عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم أوتي بشراب فشرب منه عن يمينه غلام وعن يساره الأشياخ فقال للغلام أتأذن لي أن أعطي هؤلاء؟ فقال الغلام لا والله يا رسول الله لا أوثر بنصيبي منك أحدا قال فطله رسول الله صلى الله عليه وسلم في يده. മറ്റുള്ളവരുടെ ഭൂമി അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ തന്ത്രത്തിലൂടെയൊക്കെ പറ്റിച്ച് എടുക്കുന്നവർക്കുള്ള പാപം ഇസ്മി മൻ ലലമ ശൈഅൻ മിനൽ അർദ്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ സ്ഥലം അടിച്ച് മാറ്റിയാൽ, അതല്ലെങ്കിൽ തട്ടിയെടുത്താൽ, അനീതിപരമായിട്ട് അല്ലെങ്കിൽ അന്യായമായിട്ട് ആണെങ്കിൽ അവൻ്റെ കഴുത്തിന് ചുറ്റും 7 ഭൂമി ചുറ്റപ്പെടും, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും 7 ഭൂമി ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും ഖിയാമത്ത് നാളിൽ. അപ്പോൾ എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി എന്ന് മനസ്സിലാക്കുക. കഴുത്തിന് ചുറ്റും 7 ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ഭാരമുള്ള എന്തെങ്കിലും വസ്തു, അതല്ലെങ്കിൽ 7 ഭൂമി തന്നെ വച്ച് കെട്ടി അങ്ങ് വിടും. അത് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് ഊഹിക്കുക. മറ്റുള്ളവരെ മുതൽ പ്രത്യേകിച്ചും മണ്ണ് അടിച്ചു മാറ്റാൻ പോകരുത്.
അന്ന സഈദ ഇബ്ന സൈദിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ളലമ മിനൽ അർദി ശൈഅ തുബ്ഖതു മിൻ സബ്ഇ അർദീൻ. അബൂ സലമ വിശദീകരിക്കുന്നു, കുറച്ച് ആളുകളുടെ ഇടയിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി തർക്കം ഉണ്ടായി. അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലേ അബൂ സലമ, അനീതിപരമായി അല്ലെങ്കിൽ അന്യായമായി ആ ഭൂമി എടുക്കുന്നത് നീ ഒഴിവാക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ ഒരു കുഞ്ഞ് അളവ്, അതായത് ഒരു വിരൽ പാടുന്നോ അല്ലെങ്കിൽ ഒരു ചാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയാവുന്ന വളരെ കുഞ്ഞായിട്ടുള്ള ഒരു അളവ് ഭൂമിയെങ്കിലും മറ്റൊരാളുടെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കഴുത്തിന് ചുറ്റും 7 ഭൂമികൾ കൊണ്ട് ചുറ്റപ്പെടും, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും 7 ഭൂമികൾ ഉണ്ടായിരിക്കും ഖിയാമത്ത് നാളിൽ. അന്ന അബാ സലമത ഹദ്ദസഹു അന്നഹു കാനത്ത് ബൈനഹു ബൈന ഉനാസിൻ ഖുസൂമതൻ ഫദിക്ര ലി ആയിഷത റളിയല്ലാഹു അൻഹാ فقالت له يا أبا سلمة اجتنب الأرض فإن النبي صلى الله عليه وسلم قال من ظلم قيد شبر من الأرض തുവ്വിഖഹു മിൻ സബഇ അറദീൻ. സലീമിൻ്റെ പിതാവ് വിശദീകരിക്കുന്നു, അതായത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരാൾ ഒരു കഷണം അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി മറ്റൊരാളിൽ നിന്നും അന്യായമായി അടിച്ച് മാറ്റിയാൽ അല്ലെങ്കിൽ പിടിച്ചെടുത്താൽ അവൻ 7 ഭൂമിയോളം താഴ്ന്ന് പോകും ഖിയാമത്ത് നാളിൽ. അതായത് 7 ഭൂമികളുടെ അടിയിലായിരിക്കും. അപ്പോൾ അത്രയും കനവും വെയിറ്റും ഒക്കെ അനുഭവിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. عن سالم عن أبيه رضي الله عنه قال قال النبي صلى الله عليه وسلم من أخذ من الأرض شيئا بغير حقه خسف به يوم القيامة إلى 7 أراضين. ഒരാൾ മറ്റൊരാളെ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ അനുവാദം ന്യായമാണ്, അത് അനുവദനീയമാണ്. ഇതാ അതിന ഇൻസാനുൻ ലി ആഖറ ഷൈഅൻ ജാസ. ജബാല വിശദീകരിക്കുന്നു, ഞങ്ങൾ അൽ മദീനയിൽ ആയിരുന്നു, കുറച്ച് ഇറാഖിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഠിനമായ വരൾച്ച കൊണ്ട് ദുരിതബാധിതരായിരുന്നു. ഇബ്നു അസുബൈർ ഞങ്ങൾക്ക് ഈന്തപ്പഴം തരാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഞങ്ങളുടെ അടുത്തേ കൂടെ നടന്നുപോയി. അപ്പോൾ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിരോധിച്ചിട്ടുണ്ട് ഒരേ സമയം 2 ഈത്തപ്പഴം തിന്നുന്നത്. മറ്റ് സഹചാരി അതല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ അനുവാദം ഇല്ലാതെ. ചിലപ്പോൾ ഈ പട്ടിണി പരിവട്ടം അങ്ങേയറ്റായതുകൊണ്ട് ഒരേ സമയം 2 ഈന്തപ്പഴം തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഡംബരമായിട്ടായിരിക്കും ചിലപ്പോൾ അന്നത്തെ കാലത്ത് കണക്കാക്കിയത്. അതുകൊണ്ടായിരിക്കണം ഒരേ സമയം 2 തിന്നരുത്. അതായത് രാവിലെ വരണം, ഉച്ചയ്ക്ക് വരണം, അതിൽ കുറേ കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ വരണം, അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ആലം. عن جبلة كنا بالمدينة في بعض أهل العراق فأصابنا سنة فكان ابن الزبير يرزقنا تمر فكان ابن عمر رضي الله عنهما يمر بنا فيقول إن رسول الله صلى الله عليه وسلم نهى عن الإقران إلا أن يستأذن الرجل منكم അഹാഹു. അതായത് അനുവാദം അല്ലെങ്കിൽ വിളിച്ചു പറയുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു നാട്ടിൻപുറത്തെ രീതി പണ്ടത്തെ പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെയൊക്കെ തറവാട്ടിൻ്റെ വാതുക്ക രാത്രിയിൽ വന്നിട്ട് അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ. മനുഷ്യ സ്വഭാവമുള്ളവരായിരുന്നു നമ്മളെല്ലാവരും. അതിന് സമാനമായൊരു നിയമമാണ് ഈ പറയുന്നത്. അടുത്തുള്ള ആളോട് അനുവാദം ചോദിക്കാതെ ഒരേ സമയം 2 ഈന്തപ്പഴം കഴിക്കരുത്, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടേ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു അൻസാരി ഉണ്ടായിരുന്നു, അബൂ ഷുഐബ് എന്നായിരുന്നു ആളുടെ പേര്. ആളുടെ അടിമയായിട്ട് ഒരു ഇറച്ചി വെട്ടുകാരുണ്ടായിരുന്നു. അബൂ ഷുഐബ് അവനോട് പറഞ്ഞു, നീ 5 ആൾക്കുള്ള ആഹാരം ഉണ്ടാക്കുക, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുകൂടാതെ 5 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഈ പട്ടിണിയും പരിവട്ടമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സാധാരണ സമയമായിരിക്കാം. എങ്ങനെയായാലും അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സദ്യക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന പതിവ് ഉണ്ടായിരുന്നു, കഴിവുള്ളവർ. അബൂ ഷുഐബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വിശപ്പിൻ്റെ അടയാളങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതായത് ആ പട്ടിണിയുടെ പഞ്ഞക്കാലം തന്നെയായിരിക്കും മിക്കവാറും മുമ്പുള്ള ഹദീസിൻ്റെ തുടർച്ചയായിട്ട് കൂട്ടാവുന്നതാണ്. അല്ലാഹു ആലം. അങ്ങനെ അദ്ദേഹത്തിന് അയാൾ വിളിച്ചു, അല്ലെങ്കിൽ ക്ഷണിച്ചു. വിളിക്കപ്പെടാത്ത ഒരാളും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഷുഐബിനോട് പറഞ്ഞു, ഈ ആൾ നമ്മുടെ കൂടെ വന്നതാണ്, താങ്കൾ ഇയാളെയും കൂടെ ഈ ആഹാരം പങ്കുവയ്ക്കാൻ അനുവദിക്കുമോ? അബൂ ഷുഐബ് പറഞ്ഞു, ഉവ്വ. വിളിക്കാതെ ചെല്ലാം, പട്ടിണി ഒക്കെ ആയിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ആവാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നാലും പക്ഷേ
അതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം വേണം സദസ്സിലിരുന്ന് കഴിക്കണമെങ്കിൽ എന്നും നമ്മളിൽ നിന്ന് മനസ്സിലാക്കണം. عن أبي مسعود أن رجلا من الأنصار يقال له أبو شعيب كان له غلام لحام فقال له أبو شعيب اصنع لي طعام 5 لعلي أدعو النبي صلى الله عليه وسلم 5 وبصر في وجه النبي صلى الله عليه وسلم الجوع فدعاه فتبعهم رجل لم يدعى فقال النبي صلى الله عليه وسلم إن هذا قد اتبعنا أتأذن له قال نعم. അല്ലാഹു തആലയുടെ വചനം പക്ഷേ അതാകുന്നു ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികളിൽ വെച്ച് ഏറ്റവും വഴക്കാളിയായ എതിരാളി. 2-ാമത്തെ സൂറത്ത് 204-ാമത്തെ ആയത്ത് ഖൗലില്ലാഹി തആല വഹുവ അലദ്ദുൽ ഖിസാം അൽ-ബഖറ 204. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹുവിനെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആളാവുന്നു എതിരാളികളുമായി. അപ്പോൾ വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആളെ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്നു. അപ്പോൾ വഴക്കാളി എന്നൊക്കെയുള്ള ഒരു തലക്കെട്ട് സമ്പാദിക്കാതിരിക്കുക. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال إن أبغض الرجال إلى الله لألد الخصيم. അനാവശ്യമായ അല്ലെങ്കിൽ അന്യായമായി വഴക്കിടുന്ന ഒരാൾക്കുള്ള പാപം അല്ലെങ്കിൽ ശിക്ഷ അവൻ അറിയാം അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അപ്പോൾ അറിഞ്ഞുകൊണ്ടും അന്യായമായി വഴക്കിടുന്ന ഒരാൾക്കുമുള്ള കുറ്റം. ഇസ്മി മൻ ഖാസമ ഫി ബാത്തിലി വഹുവ യഅലമുഹു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു കുറച്ച് ആളുകൾ വഴക്കു കൂടുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താമസ സ്ഥലത്തിൻ്റെ വാതിലിനടുത്തായിട്ടാണ് അത് നടന്നത്. അപ്പോൾ അത് കേട്ടു. അദ്ദേഹം പുറത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങൾ എതിരാളികൾ എൻ്റെ അടുത്തേക്ക് വരിക ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ കൂട്ടത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്താണ് സംഭവം എന്ന് പറയുക. അപ്പോൾ കൂടുതൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വാചാലനായ ആൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവുള്ളവർ അവർ സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അയാൾ ശരിയാണെന്ന് ഞാൻ തീരുമാനിച്ച് അയാൾക്ക് അനുകൂലമായി വിധി പറയും. അങ്ങനെ ഞാൻ ഒരു മുസ്ലിമിൻ്റെ അധികാരം മറ്റൊരു മുസ്ലിമിന് തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ അത് നരകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു. അതായത് നിങ്ങൾക്കപ്പോൾ കിട്ടുന്നത് നരകം തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. ആ തീ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യുക എന്നുള്ളത് ഖിയാമത്ത് നാളിന് മുമ്പ് ആ ആൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് അയാൾക്ക് തിരുത്താനുള്ള സമയമുണ്ട്. അതായത് മരണത്തിന് മുമ്പ് ആ ആൾക്കത് തിരുത്താനുള്ള സമയമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കൂട്ടർ വഴക്ക് കൂടുന്നു. അത് അവിടുത്തെ ജഡ്ജിയുടെ അടുത്ത് പോയി വാദിച്ചു വക്കീലിനെ വെച്ച്. എന്നിട്ട് അപ്പോൾ വാചാലൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിവുള്ള വക്കീൽ വാദിച്ച് ജയിച്ച ആൾ പക്ഷേ തെറ്റുകാരനായിരുന്നുവെങ്കിൽ, തോറ്റയാൾ ശരിയായ ആളായിരുന്നുവെങ്കിൽ ആ ജയിച്ചത് നരകത്തിലെ തീയാണ് അവൻ നേടിയത്. വേണമെന്നുണ്ടെങ്കിൽ അവൻ ലോകാവസാനത്തിന് മുമ്പ് അത് തിരുത്തിക്കൊള്ളട്ടെ എന്നും കൂടി പറയുന്നു. أن أمها أم سلمة رضي الله عنها زوج النبي صلى الله عليه وسلم أخبرتها عن رسول الله صلى الله عليه وسلم أنه سمع خصومة بباب حجرته فخرج إليهم فقال إنما أنا بشر وإنه يأتيني الخصم فلعل بعضكم أن يكون أبلغ من بعضي فأحسب أنه صدق فأقضي له بذلك فمن قضيت له يحق مسلم فإنما هي قطعة من النار فليأخذها أو ليتركها. ഒരു മനുഷ്യൻ വഴക്കിടുമ്പോൾ അന്യായമായി വാക്കുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുകയോ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ തെറ്റായ വാദങ്ങൾ നിരത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുടെ മേലിലുള്ള പാപം ഇദാ ഖാസമ ഫജറ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും 4 സ്വഭാവ വിശേഷങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാൽ അയാൾ മുനാഫിഖ് അല്ലെങ്കിൽ കപടവിശ്വാസിയാകുന്നു. ആരെങ്കിലും ഈ 4 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ ഉള്ളവർ ആയാൽ അവന്
മുനാഫിഖ് അല്ലെങ്കിൽ കപട വിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഇത് ഉപേക്ഷിക്കുന്നത് വരെ. അവ ഇതാവുന്നു: അവൻ സംസാരിക്കുമ്പോൾ അവൻ നുണ മാത്രമേ പറയുകയുള്ളൂ, അവൻ വാഗ്ദാനം ചെയ്താൽ അവനത് തെറ്റിക്കും, അവനൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അതിൽ അവൻ ചതിക്കും, എപ്പോൾ വഴക്കുണ്ടാക്കിയാലും അവൻ പൈശാചികമായ രീതിയിൽ അന്യായമായി പെരുമാറുകയും മറ്റുള്ളവരെ നാണം കെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും. ഒന്നാമത്തെ വാല്യത്തിൽ 33-34 ഹദീസുകളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. عن عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال: 4 من كن فيه كان منافقا أو كانت فيه خصلة من 4 كانت فيه خصلة من النفاق حتى يداها: إذا حدث كذب، وإذا وعد أخلف، وإذا عاهد غدر، وإذا خاصم فجر. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.